ഇവിടെ ആളുകൾ പ്രതിഷേധിക്കുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് ആളുകളുടെ പേരിൽ ഒരു കക്ഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തു. നമുക്ക് അങ്ങനെ ഫീലാ ചെയ്യുന്നത്. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറുക. അച്ഛന്മാരെ വഷളാക്കുന്നു. അച്ഛന്മാരല്ല, ഇവിടെ നിയമം നടപ്പാക്കേണ്ട പിന്നെ എം എൽ എ വന്നിട്ട് ആൾക്കാരുടെ വികാരം മനസ്സിലാക്കാതെ ആൾക്കാരെതിരെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇതാക്കിയത്. ഒരു വിഭാഗത്തിനെതിരെ മാത്രം കേസെടുത്തു, മറ്റു വിഭാഗത്തിനെതിരെ കേസെടുത്തില്ല എന്നുള്ള ഈ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് ഇപ്പോൾ ഇവരുടെ നേതാവ് പറയുന്ന കേട്ടു, ഒരു വിഭാഗത്തിലുള്ളവർക്കെതിരെ മാത്രം കേസെടുക്കുന്നു. അത് ഏത് വിഭാഗമാണെന്ന് പുള്ളി ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത രണ്ടുപേരെയും നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എനിക്കറിയില്ല, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അല്ലാതെ അവരിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവിടെ എത്തിപ്പെട്ടവരല്ല അവർ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ അവിടെ എത്തിപ്പെട്ടവരല്ല അവർ. കഴിഞ്ഞ ശനിയാഴ്ച വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ലോകം മൊത്തം കണ്ടതാണ് ടി വിയിലൂടെ. പോലീസുകാരുടെ അടി പിടി, നാട്ടുകാരുടെ ജനരോഷം, അതിനിടയിലൂടെ രാഷ്ട്രീയക്കാരുടെ ചില രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വനംവകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആളെ ഈ പരിസരത്തേ കാണാനില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടാൽ അറിയുന്ന 100 പേർക്കെതിരെ കേസെടുക്കുമെന്നൊക്കെയാണ്. ഇന്നലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്ത് 2 പേരെയും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം ഇന്നിപ്പോൾ BJPൻ്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു. ലോഹയിട്ട കുറച്ച് പേരാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അവരാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ബാക്കി എല്ലാവരും മാന്യന്മാരാണ്. രാഷ്ട്രീയക്കാർക്കൊന്നും അതിനകത്തൊരു റോളും ഇല്ല. രാഷ്ട്രീയക്കാരൊക്കെ വളരെ മാന്യന്മാരാണെന്നുള്ള രീതിയിൽ ആ വാർത്താ സമ്മേളനം ഒന്ന് കാണിച്ചു തരാം. പുൽപ്പള്ളി സംഘർഷ വിവാദത്തിൽ വിവാദ പരാമർശവുമായി BJP ജില്ലാ പ്രസിഡന്റ്, ലോഹയിട്ട ചിലരാണ് സംഘർഷത്തിന് ആഹ്വാനം ചെയ്തത്, എന്നാൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല. ഒരു വിഭാഗം ആൾക്കാർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തത് എന്നും KP മധു ആരോപിച്ചു. ഏകപക്ഷീയമായിട്ട് ഇവിടെ ആളുകൾ പ്രതിഷേധിക്കുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് ആളുകളുടെ പേരിൽ ഒരു കക്ഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തു. നമുക്ക് അങ്ങനെ ഫീലാ ചെയ്യുന്നത്. ഒരു കക്ഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസെടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കില്ല, അതിനെ അനുവദിക്കാനും പോകുന്നില്ല. ഇവിടെ വന്ന് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം പറയുന്ന അവസരത്തിൽ ആ തീരുമാനം പറഞ്ഞ സമയത്ത് ചില ലോഹയിട്ട ആളുകളാണ് വിടരുത്, പിടിക്കണം, അവിടെ തല്ലട എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശം മുഴക്കിക്കൊണ്ട് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പ്രകോപിതരായത്. അതിനുശേഷമാണ് അവിടെ സംഘർഷം, കുപ്പി വെച്ചെറിയുന്നു, കല്ല് വെച്ചെറിയുന്നു, ഈ സ്ഥിതിവിശേഷത്തിലേക്ക് പോയത്. അവരെ ആരുടെയും പേരിൽ കേസെടുക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ പേരിലൊന്നും കേസില്ല. ഏകപക്ഷമായിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിന് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കില്ല. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലോഹയിട്ട ആൾക്കാരാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അവരാണ് പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത്. ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ വയനാടുകാരുടെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല, ഇത് കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. വയനാടുകാർ ഇതുവരെയും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇതിപ്പോൾ ഒരാഴ്ചക്കിടെ 2 ആൾക്കാർ മരിച്ചപ്പോഴത്തേനുമാണ് ജനരോഷം തന്നെയാണ്, അതല്ലാതെ ഒരു പാർട്ടിക്കാരും അതിനകത്ത് വന്ന് ഇടപെട്ടതല്ല. ജനരോഷം തന്നെയാണ്. അത് പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവിടെ വന്ന നേതാക്കന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന കുറേ ചൂടേറിയ അനുഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ലോഹയിട്ട ആൾക്കാർക്കെതിരെ തിരിഞ്ഞതുകൊണ്ടൊരു കാര്യമില്ല. അവിടെ വന്ന അധികം ആൾക്കാരും പല പള്ളികളിൽ നിന്നും അതായത് പ്രതിഷേധിക്കാനായിട്ട് പല പള്ളികളിൽ നിന്നും അവിടെ എത്തിയവരുണ്ട്, പല അമ്പലങ്ങളിൽ നിന്ന് അവിടെ എത്തിയവരുണ്ട്, പല മുസ്ലിം പള്ളികളിൽ നിന്ന് അവിടെ എത്തിയവരുണ്ട്. അല്ലാതെ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാരോ ഇന്ന പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കാരോ എന്നുള്ള രീതിയിലല്ല അവിടെ എത്തിയത്. അവിടെ എത്തിയ ഓരോ ആൾക്കാരും പുൽപ്പള്ളിക്കാരൻ അല്ലെങ്കിൽ മുള്ളംകൊല്ലി പഞ്ചായത്തിലുള്ള ആൾ, ഈ 2 പഞ്ചായത്തിൽ ജീവിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിലാണ് അവിടെ എത്തിയത്. കാരണം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രത്തോളം ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇവരുടെ നേതാവ് പറയുന്ന കേട്ടു, ഒരു വിഭാഗത്തിലുള്ളവർക്കെതിരെ മാത്രം കേസെടുക്കുന്നു. അത് ഏത് വിഭാഗമാണെന്ന് പുള്ളി ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത 2 പേരെയും നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എനിക്കറിയില്ല, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അല്ലാതെ അവരിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവിടെ എത്തിപ്പെട്ടവരല്ല അവർ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ അവിടെ എത്തിപ്പെട്ടവരല്ല അവർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പം ക്രിസ്ത്യാനികളെ മാത്രം അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുസ്ലിംസിനെ മാത്രം അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ BJPക്കാരെ മാത്രം അറസ്റ്റ് ചെയ്യുക, അങ്ങനെയല്ല. അവിടെ കണ്ടാൽ അറിയുന്ന 100 പേർക്കെതിരെ അവർ കേസെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കാരൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസെടുത്തവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക.
നേരത്തെ പറഞ്ഞാൽ ഈ വയനാടുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഒരാൾക്കാർ മരിക്കുമ്പോൾ അവർക്ക് കുറച്ച് ജോലിയും അവർക്ക് കുറച്ച് പൈസയും കൊടുത്ത് തീരുന്ന പ്രശ്നമല്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ആർക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും പറ്റുമ്പം മീഡിയ അറ്റൻഷൻ കിട്ടാനായിട്ട് കുറച്ച് വാർത്താ സമ്മേളനം വിളിക്കുക, അതിനകത്ത് പോയി 2 വാക്ക് സംസാരിക്കുക എന്നൊന്നുമല്ല. ഇവിടുത്തെ നമ്മുടെ ഒരു ക്ഷീരകർഷകനെ പുലി കടിച്ച് കൊന്നിട്ട് നമ്മുടെ വനംവകുപ്പ് മന്ത്രി ഇതുവരെ ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല. അതിനെതിരെ പ്രതിഷേധിക്കാനൊക്കെ ആയിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലേ മറ്റു പാർട്ടിക്കാർ. പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടോ, എവിടെയും കണ്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കാണാത്തതിൻ്റെ പ്രശ്നമായിരിക്കും, അറിയത്തില്ല. അപ്പം ഇത് കൂട്ട് വാർത്താ സമ്മേളനം വിളിച്ച് ഇത് കൂട്ട് വിവാദ പരാമർശങ്ങൾ നടത്തുന്നതിന് പകരം വയനാടുകാരെ രക്ഷിക്കുക, സ്വന്തം ലാഭം മാറ്റിവെക്കുക എന്നുള്ള രീതിയിൽ രാഷ്ട്രീയക്കാർ കുറച്ച് സാമൂഹ്യ സേവനം ഈ സമയത്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം അവിടെ പ്രശ്നം നടന്ന സമയത്ത് കുറച്ച് അച്ഛന്മാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് രാഷ്ട്രീയക്കാരൊഴികെ ബാക്കി രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാരായ ആൾക്കാരൊക്കെ ആ അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അച്ഛന്മാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾപ്പിച്ചേ. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറുക, അച്ഛന്മാരെ വഷളാക്കുന്നു. അച്ഛന്മാരല്ല, ഇവിടെ നിയമം നടപ്പാക്കേണ്ട എം എൽ എ വന്നിട്ട് ആൾക്കാരുടെ വികാരം മനസ്സിലാക്കാതെ ആൾക്കാരെതിരെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇതാക്കിയത്. അച്ഛന്മാരെ എതിരെ നിന്നല്ല, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന, ഞാൻ വയനാട്ടുകാരൻ ഇവിടെ ജീവിക്കുന്ന ആളാ. ഞങ്ങളുടെ വികാരങ്ങൾ പറഞ്ഞു, അല്ല അച്ഛന്മാരെ വഷളാക്കിയതല്ല. ഇവിടെ എം എൽ എ വന്ന് വഷളാക്കിയിട്ട് അച്ഛന്മാരുടെ മണ്ടയും ജനങ്ങളുടെ മണ്ടയും കയറണ്ട. ആൾക്കാർ ഇവിടെ തല്ലി ചതയ്ക്കണം. എന്ത് കാര്യം തല്ലി ചതയ്ക്കുന്നത്? ആൾക്കാർ ശാന്തമാവണം. ആൾക്കാർ അടി കൊള്ളാനും അടിക്കാനും നിൽക്കേണ്ട. ആൾക്കാർ ശാന്തമാവുക, ബോഡി സംസ്കരിക്കാന്നുള്ളേ ഉള്ളൂ. ജനപ്രതിനിധികളോട് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞു. ജനങ്ങൾക്കെതിരെ നിൽക്കാനല്ല പറയേണ്ടത്. ഇവിടെ സംഭവിച്ചതാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറുക. ഞങ്ങൾ ആരും അവഹരിച്ച് കൊണ്ടുവന്നില്ല. ഞാനിവിടെ നാട്ടുകാരനായിട്ട് വന്നതാണ്. ഞാൻ അല്ലാതെ ആൾക്കാർ കൂട്ടി വന്നതല്ല. അപ്പൊ ജനങ്ങളെ മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാരെല്ലാം പറയുവാണ് ഞങ്ങൾ ഇവിടെ നാളെ നിങ്ങൾ അച്ഛന്മാരെ കൈകാര്യം ചെയ്യും. ആൾക്കാർ ഇവിടെ എം എൽ എമാർ ചെയ്തതിന് അവർക്ക് കുഴപ്പമില്ല. ജനങ്ങൾ എം എൽ എ ആണ് വിഷയം വഷളാക്കിയത്. എം എൽ എ ആൾക്കാർ തലം ചെല്ലാൻ പറഞ്ഞോ? ജനങ്ങളെ വികാരം മനസ്സിലാക്കി അവരെ സമാധാനിപ്പിക്കേണ്ട എം എൽ എ ജനങ്ങളെ എതിരായിട്ട് ചെന്നു. അത് ശരിയാണോ? അച്ഛന്മാരാണ് വഷളാക്കിയത്. ഞങ്ങൾ അച്ഛന്മാരല്ല. ഞാൻ ഇവിടുത്തെ കാരനായിട്ട് നിൽക്കുന്നത്. അനീഷ് ജോർജ് എന്ന് മാമ്പള്ളിയിൽ നിന്ന് അച്ഛൻ എന്റെ കുപ്പായുള്ളൂ. ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛന്മാർ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാർ അവരെ രാഷ്ട്രീയ ലാഭം മാത്രം കാണുമ്പം ജനങ്ങൾക്ക് വേണ്ടി, ഈ മരിച്ച പോളിന് വേണ്ടി, ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയ ലാഭം. ഞാൻ കഴിഞ്ഞ ആനുകൂത്തി കൊന്ന സമയത്ത് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്ന ആളാ, ചർച്ചയ്ക്ക് മുഴുവൻ ഉണ്ടായിരുന്ന ആളാ. ഇവരുടെ അർത്ഥം നമുക്കറിയാം. ജനങ്ങളെ മനസ്സിലാക്കാത്ത പ്രതിനിധികൾ നമുക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ഞങ്ങളോട് ജീവിക്കും, അവരുടെ അവതാരത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളോട് ജീവിക്കും. മാനന്തവാടിയിൽ നടന്നപ്പോ എന്താ സംഭവിച്ചത്? നമ്മളൊരു കളക്ടറിനെ കാണാൻ ചോദിച്ചിട്ട് അവര് അവസരം തന്നില്ല. പോട്ടെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വായിച്ചത് കേട്ടില്ല. അവരാർക്ക് വേണ്ടി വായിച്ചതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഒരു അടിസ്ഥാനപരമായ പ്രശ്നം വയനാടൻ ജനതയുടെ സംരക്ഷണമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. വളരെ കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരാഴ്ചക്കുള്ളിൽ 2ാമത്തെ ആളാണ് മരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ 2ാമത്തെ ആള്. എന്നിട്ടും ഇതുപോലെ തണുത്ത ഒരു നയം കേരളത്തിൽ, വയനാടൻ ജനതയോട് പുച്ഛമാണെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക്. ആ നടപടി ശരിയാവില്ല. വയനാടൻ ജനതയ്ക്ക് വേണ്ടി, ഇവരുടെ നീതിക്ക് വേണ്ടി, വയനാടിന്റെ നീതിക്ക് വേണ്ടി, ഞങ്ങളുടെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോരാടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിലും വലിയ പ്രശ്നങ്ങൾ നടക്കേണ്ടതായിരുന്നു ആ ദിവസം. പക്ഷേ ഈ ലോഹയിട്ട കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് അത്തരത്തിലേക്കുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നിന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. ഇനി രാഷ്ട്രീയക്കാരാണിത് നേതൃത്വം വഹിച്ചു കൊണ്ടുവന്നിരുന്നത് എങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയാനെ. ഇവരിവിടെ സർവകക്ഷി യോഗം വിളിക്കാൻ നേരത്ത് കളക്ടറില്ല, ബന്ധപ്പെട്ട ആൾക്കാരാരുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും മരിച്ച ആൾക്ക് കിട്ടുന്നൊരു പൈസയാണ്. അതിനു വേണ്ടിയിട്ടൊരു സർവകക്ഷി യോഗം വിളിക്കേണ്ട കാര്യമില്ല. സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ നമ്മൾ ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുക, കൂടുതലായിട്ട് ആ മരിച്ച കുടുംബത്തിന് എന്താണ് കൊടുക്കാൻ പറ്റുക എന്ന് സംസാരിക്കുക. അതൊക്കെയാണ്. അല്ലാതെ ഈ കുറേ രാഷ്ട്രീയക്കാരെയും കുറേ പ്രധാനപ്പെട്ട നേതാക്കളെയും മാത്രം വിളിച്ചൊരു സർവകക്ഷി യോഗം വിളിക്കുക, അതിനകത്ത് വെറുതെ പോയി എല്ലാം കേട്ട് ഓക്കെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഇതെല്ലാം ഒരേ ആൾക്കാർ തന്നെയല്ലേ. ഇത് പറയുമ്പോൾ പല പാർട്ടിയൊക്കെ ആണെങ്കിലും നേതാക്കന്മാരെല്ലാവരും കൂടി വന്ന എല്ലാവരും ഒറ്റക്കെട്ടാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ആൾക്കാരെയും കൂടി കൂട്ടിയൊരു സർവകക്ഷി യോഗം ചെയ്യുക, ആൾക്കാരുടെ ഇടയിൽ നിന്ന് പൊതുവായി പ്രാതിനിധ്യമുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടി ചെയ്യാന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ ആൾക്കാർ ചൂടായി, അവിടെ നിന്ന് രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തള്ളി ഇറക്കി വിട്ടു. അപ്പോൾ തന്നെ രാഷ്ട്രീയക്കാരുടെ ഇതൊക്കെ അങ്ങ് മാറി കേട്ടോ. നമുക്ക് രാഷ്ട്രീയക്കാർക്കൊരു വിലയില്ലാതായി. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായി രാഷ്ട്രീയക്കാർ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ലാന്ന്.
അപ്പോഴത്തേനും ലോഹയിട്ട ആൾക്കാരുടെ പുറത്തേക്ക് രാഷ്ട്രീയക്കാർ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു. ലോഹയിട്ട ആൾക്കാരാണ് ഇവിടെ അടി ഉണ്ടാക്കിപ്പിക്കാനായിട്ട് മുന്നിൽ നിന്ന ആൾക്കാർ, അവരാണ് ഈ പ്രശ്നത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന ആൾക്കാർ. തുടങ്ങിയ സാധനങ്ങളൊക്കെ അങ്ങ് വലിച്ചടിച്ചിടാൻ തുടങ്ങി. പക്ഷെ അച്ഛന്മാർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നെ പുൽപ്പള്ളിയിലെ ജനങ്ങളാണെങ്കിലും മുള്ളംകൊല്ലിയിലെ ജനങ്ങളാണെങ്കിലും അന്ന് ഇവിടെ എത്തിപ്പെട്ട ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ജനങ്ങളാണെങ്കിലും അവരാരും പൊട്ടന്മാരല്ല. അവരെല്ലാവർക്കും അറിയാം ഇത്രത്തോളം ഈ പ്രശ്നം വഷളാക്കാനും ഈ വയനാട്ടുകാരുടെ അവസ്ഥ ഇപ്പോഴും ഇതുപോലെ തന്നെ നിലനിർത്താനും കാരണക്കാരായ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ തന്നെയാണ് പച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അവർ തന്നെയാണ് വയനാട്ടുകാരുടെ ജീവിതം ഇത്രത്തോളം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പം കുട്ടിച്ചോറാക്കിക്കൊണ്ട് ഇപ്പോൾ തുടർന്നു പോരാനായിട്ടുള്ള കാരണങ്ങളും അവർ തന്നെയാണ്. അന്ന് ഈ പ്രശ്നം വയനാട്ടിൽ ഈ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും പ്രശ്നമെങ്കിലും നടന്നില്ലെങ്കിൽ വീണ്ടും വയനാട്ടുകാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതിപ്പോൾ ലോകം മൊത്തം കണ്ടു, കേരളം മൊത്തം കണ്ടു, 4 ആൾക്കാർ അറിഞ്ഞു. കുറച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ കുറച്ച് നാണക്കേടാവാതിരുന്നിട്ട് എന്താണ് കാര്യം? അതിലും മെച്ചം കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് ആർക്കെതിരെയും കേസ് എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ BJPക്കാർ പറഞ്ഞത് അങ്ങനെയല്ല. കേസെടുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും രീതി കേസെടുക്കണം. ഇന്ന വർഗ്ഗക്കാർക്കെതിരെ മാത്രം കേസെടുക്കരുത്. ലോഹിട്ടവർക്കെതിരെ ഉറപ്പായിട്ടും കേസെടുക്കണം. അതാണ് ലോഹിട്ടവർക്കെതിരെ ഉറപ്പായിട്ടൊരു കേസെടുക്കണം എന്നുള്ള സംഭവം. അത് എന്തായാലും കോമഡിയാണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി ആൾക്കാർ പൊട്ടന്മാരല്ല, ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികം വർഗീയതയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് അധികം കിടക്കുന്നില്ല. എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ പറയാനുള്ളത്, ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റിലായ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി സമരം ചെയ്തതല്ല, ഈ നാടിന് വേണ്ടി സമരം ചെയ്ത് അറസ്റ്റിലായ കുറച്ച് പേരാണ്. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ആ കേസ് ഒഴിവാക്കിപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നല്ലാതെ ഒരു വിഭാഗത്തിനെതിരെ മാത്രം കേസെടുത്തു മറ്റേ വിഭാഗത്തിനെതിരെ കേസെടുത്തില്ല എന്നുള്ള ഈ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.